عظيم القدرة والشان سديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين ബഹുമാനമുള്ള സയ്യിദ് അലി ബാഫക്കിത്തകൾ അവർ മറ്റ് താജുല്ലമയുടെ മകനടക്കം ഉള്ള ഇവിടെയുള്ള മറ്റ് സാദാത്തുക്കൾ, അതുപോലെ ഉമറാക്കൾ, മുത്തഅല്ലിമുകൾ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. CM ഇബ്രാഹിം സാഹിബ് പറഞ്ഞതുപോലെ എനിക്ക് ബഹുമാനപ്പെട്ട മടവൂർ CM അലിയല്ലാഹി അവരുടെ അതുപോലെ താജുല്ലമ തുടങ്ങി സയ്യിദന്മാരുടെയും സാദാത്തുക്കളുടെ പല ആളുകളുടെയും ഉസ്താദുമാരുടെയും ബർക്കത്ത് കൊണ്ട്, ദുആ കൊണ്ട് മാത്രമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വേലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ പഠിക്കുന്ന കാലത്ത് അന്നത്തെ പ്രിൻസിപ്പാൾ ബഹുമാനപ്പെട്ട ഷേഖ് ഹസൻ ഹസ്രത്ത് നവറല്ലാഹു മർക്കദഹു മഹാനവറുകളാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താണ്? ലാ യദൂമു അലൽ വുളൂഇ ഇല്ലൽ മുഅ്മിനുൽ കാമിലു, ശരിയായ മുഅ്മിനല്ലാതെ എപ്പോഴും ശുദ്ധിയിൽ നിൽക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ശൈഖ് ഹസൻ ഹസ്രത്ത് രാത്രി ഉറങ്ങുന്നതിനിടയിൽ എപ്പോഴെങ്കിലും ഉണർന്നു പോയാൽ ഉടനെ അവർ വുളു എടുക്കും. വുളു എടുത്തിട്ട് മാത്രമേ രണ്ടാമത് ഉറങ്ങുകയുള്ളൂ. അങ്ങനെ ചില ദിവസം 3-4 പ്രാവശ്യമൊക്കെ രാത്രി വുളു എടുക്കുകയും പിന്നീട് ഉറങ്ങുകയും പിന്നീട് ഉണരുകയും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആ കാലത്ത് ബഹുമാനപ്പെട്ട ശൈഖ് അവറുകൾ രാത്രി എഴുന്നേൽക്കുമ്പോൾ അവിടെ വെള്ളം ഇല്ലെങ്കിൽ, കാരണം ഇന്നത്തെ പോലെ പൈപ്പില്ല, ലൈറ്റില്ല, ഒന്നുമില്ല, ഒരു ചെറിയ മണ്ണെണ്ണ വിളക്ക്, മണ്ണെണ്ണ റേഷനുമാണ്. ഒരു റൂമിലേക്ക് ഒരു കുപ്പി മണ്ണെണ്ണ ഒരു മാസത്തേക്ക് കൊടുക്കും. അങ്ങനെ റേഷനുള്ള കാലമാണ്. അവിടെ ശൈഖ് അവരുടെ അടുത്ത 2-ാമത്തെ 3-ാമത്തെ റൂമിലാണ് ഞാൻ താമസിക്കാറുള്ളത്. എന്നാൽ രാത്രി എഴുന്നേൽക്കുമ്പോൾ വുളു എടുക്കാൻ വെള്ളമില്ലെങ്കിൽ അവർ വന്ന് എൻ്റെ റൂമിന് ഇങ്ങനെ ബെല്ലുകൊണ്ടൊന്ന് മേടിച്ച് ശബ്ദം ഉണ്ടാക്കുമ്പോൾ എനിക്കറിയാം ഈ ബെല്ലുകൊണ്ടും മുട്ടത് അത് ശൈഖ് ഹസൻ ഹസ്രത്ത് അവർകളാണ്. അങ്ങനെ ഉടനെ ഞമ്പ് തട്ടി എഴുതിയിട്ട് വുളു എടുക്കാൻ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കും. വുളു എടുത്ത് നിസ്കരിച്ച് അല്ലെങ്കിൽ നിസ്കരിക്കാതെ പിന്നീട്
നിസ്കരിക്കാമെന്ന നിലക്ക് ഉറങ്ങും. അപ്പോൾ ആ ഒരു മഹബത്ത് ഉസ്താദുമായി ഉണ്ടായതുകൊണ്ട് ഞാൻ 1968 ഡിസംബർ 30 ബാക്കിയാത്ത് സ്വാലിഹാത്തിലൊന്ന് സനത് വാങ്ങി വന്നതിൻ്റെ ശേഷം എൻ്റെ അടുത്ത നാടായ മങ്ങാട് ജുമാഅത്ത് പള്ളിയിൽ ദർസ് നടത്താൻ തീരുമാനിച്ചപ്പോൾ അതിനൊരു ഉദ്ഘാടനം ചെയ്തു തരാൻ ഷേഖ് അവറുകളോട് ഞാൻ ചെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, എൻ്റെ ശിഷ്യന്മാരല്ലേ ധാരാളമുള്ളത്, അപ്പോൾ എല്ലാവർക്കും ദർസ് തുടങ്ങിക്കൊടുക്കാൻ പോകാൻ എന്നെ കൊണ്ട് കഴിയില്ല, അതുകൊണ്ട് നിർബന്ധിക്കരുതെന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം ഞങ്ങൾ തമ്മിലുള്ള ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉസ്താദ് അവർകൾ ദർസ് തുടങ്ങാൻ വന്നു. എന്നിട്ട് ഈ കിതാബിൻ നബദഉ അദ്ദർസ, നമ്മൾ ഏത് കിതാബ് കൊണ്ടാണ് ദർസ് ആരംഭിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ സഹീഹുൽ ബുഖാരി എടുത്ത് കൊണ്ടുവാ എന്ന് പറഞ്ഞ് ബുഖാരി എടുത്ത് കൊണ്ടുവന്ന് അന്ന് അവിടെ പഠിക്കാൻ വന്ന മുതിർന്ന ശിഷ്യന്മാരെ വിളിച്ച് അവർക്ക് ബുഖാരിയുടെ ആദ്യ ഭാഗം ഓതിക്കൊടുത്തുകൊണ്ട് ദർസ് ആരംഭിച്ചു. ആ ഒരു ബർക്കത്തുകൊണ്ട് ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പം ഞാൻ 1968 ഡിസംബർ മാസത്തിൽ അവിടെ നിന്ന് പിരിഞ്ഞ് ഉടനെ തുടങ്ങിയ ആ ദർസിൻ്റെ സഹീഹുൽ ബുഖാരി ഷരീഫ് ഇന്നും ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഷെയ്ഖുന അവരുടെ ആ പൊരുത്തമാണ്. അതുപോലെ കേരളത്തിലെ ഉലമാക്കളുടെ എല്ലാവരുടെയും നേതാവായ ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഷെയ്ഖ് സൈനുദ്ദീൻ അലി ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പ്രസംഗിക്കാറില്ല, വഅദ് പറയാറില്ല, എങ്കിലും ദർസ് വളരെ ശക്തിയായി നടത്തുന്നു. 25-30 കുട്ടികൾ ഒരു സൗക്കിൽ തന്നെ ഉണ്ടാകും. അങ്ങനെ 100-ലധികം വിദ്യാർത്ഥികൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ദർസ് നടത്തുന്ന ആളായിരുന്നു നമ്മുടെ ഉസ്താദ്. ആ ഉസ്താദ് അവർകൾ നമ്മളോട് പറയാറുള്ളത്, നമ്മൾ മുമ്പിൽ ഏത് കിതാബ് കൊണ്ടുവന്നാലും ഓതിയതോ ഓതാത്തതോ എന്നുള്ള പ്രശ്നമല്ല, ഏതൊരു കിതാബ് കൊണ്ടുവന്നാലും ഒരു മുത്താലിമ് ആവശ്യപ്പെട്ടാൽ ഞാൻ അത് ദർസ് നടത്തും എന്നുള്ള ധൈര്യത്തോടു കൂടി നിങ്ങൾ ഓതിപ്പഠിക്കണം എന്നായിരുന്നു ഷെയ്ഖ് അവറുകൾ പറഞ്ഞിരുന്നത്. ആ മഹാനവറുകളെ കാലത്ത് നേരത്തെ റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് പറഞ്ഞതുപോലെ കുറച്ച് ആളുകൾ ഞാൻ പ്രസംഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ ആ സ്ഥലത്തിൽ വന്ന് ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ആ സദസ്സിൽ വന്ന് കാറിൽ ഇരുന്നിട്ട് മേൽപോട്ട് കയറാതെ സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ പോവുകയാണെന്ന് സമ്മതം പറഞ്ഞ് പോകുമ്പോൾ, എന്താ ഇവിടെ എല്ലാവർക്കും പ്രസംഗിക്കാനുള്ള അനുവാദമുണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് മാത്രം പ്രസംഗിച്ചുകൂടാതെന്താ, അതുകൊണ്ട് പോയിട്ട് പ്രസംഗിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ ശക്തിയായിട്ട് പറഞ്ഞയച്ച് അതുപോലുള്ള ഉസ്താദുമാർ. അതേപ്രകാരം ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങൾ അവർകൾ
ഞാൻ പരിചയപ്പെട്ടത് മുതൽ എല്ലാ ദിവസവും മുഴുവൻ അദ്കാറുകളും ചൊല്ലിത്തീർക്കുന്ന ഒരു മഹാനായിരുന്നു താജുൽ ഉലമ. ഞങ്ങൾ പലപ്പോഴും രാത്രി 3 മണിക്ക് 3:30 അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. أشهد أن لا إله إلا الله ولا إله إلا الله. وأن محمدا رسول الله. أشهد أن محمدا رسول الله. لا حول ولا لا حول ولا قوة إلا بالله. لا حول ولا قوة إلا لا حول ولا قوة إلا بالله العلي العظيم. الله أكبر. لا إله إلا الله. اللهم صل على اللهم صل على سيدنا اللهم رب هذه الدعوة والصلاة القائمة آت سيدنا محمدا الوسيلة والفضيلة والدرجة الرفيعة وبعث مقام محمود الذي بعثته وارزقنا شفاعته إنك لا تخلف الميعاد. وصلى الله على سيدنا. രാത്രി 3 മണി 4 മണിക്കൊക്കെ പരിപാടികൾ കഴിഞ്ഞ് ഇവിടെ എത്തിയാലോ അന്ന് സുബഹിക്ക് തൻ്റെ ഔറാദുകൾ എല്ലാം ചൊല്ലിത്തീർത്തല്ലാതെ ഉറങ്ങുന്നില്ല. ഖുർആൻ ഓതുകയും സ്വലാത്ത് ദലായിൽ ഖൈറാത്ത് ചൊല്ലുകയും മറ്റ് സ്വലാത്തുകളും ദിക്റുകളും എല്ലാം ചൊല്ലിത്തീർത്ത ശേഷമല്ലാതെ ഒരല്പവും കിടക്കുകയില്ല. അങ്ങനെ എല്ലാ ദിക്റും ദുആയും സുന്നത്തും ആദാത്തുകളെല്ലാം പൂർത്തിയാക്കുന്ന ചിട്ടയുള്ള ഒരു ജീവിതം നയിച്ച മഹാനായിരുന്നു താജുൽ ഉലമ സയ്യിദ് അവർ. അവരുടെ എല്ലാവരുടെയും ദുആയും പൊരുത്തവും കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ഖാദി സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. എനിക്ക് ഇതിന് കഴിവ് ഇല്ല. നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ ഒന്നും ഉള്ളൊരു കഴിവുള്ള ആളൊന്നും അല്ല ഞാൻ. എൻ്റെ ഉസ്താദന്മാരുടെ പൊരുത്തവും അവരുടെ ദുആയും മുഅ്മിനീങ്ങളുടെ ദുആയും മാത്രമാണ് എനിക്ക് ഉള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ കഴിവനുസരിച്ച് അല്ലാഹു തആല തരുന്ന കഴിവനുസരിച്ച് ഇവിടെയും ഇപ്പോൾ നമ്മൾ ബൈഅത്ത് ചെയ്ത വേറെ കന്യാണ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഉള്ള ആളുകൾ ഇപ്പോൾ ബൈഅത്ത് ചെയ്തു. അവിടെ എല്ലാം ഇൻഷാ അല്ലാഹ് എൻ്റെ കഴിവ് അനുസരിച്ച്
ഞാൻ ബന്ധപ്പെടുന്നതും ഞാൻ നടത്തിക്കൊണ്ടുപോകുന്നതും ആണ് എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ശറഈൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാം, ഒരു മുബാഹായ കാര്യം, അതായത് അനുവദനീയമാണ്, ചെയ്യുകയും ചെയ്യാതിരിക്കുകയും ആവാം. അങ്ങനത്തെ ഒരു മുബാഹായ കാര്യമാണ് എങ്കിൽ പോലും ഒരു ഖാദി അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചെയ്യൽ കുറ്റകരമായി പോകും. അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കുകയും ചെയ്യും. അങ്ങനെയാണ് ശറഈൻ്റെ വിധി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ വിശ്വാസത്തിൽ നമ്മുടെ ഈ ഉള്ളാൽ ദർഗാ ശരീഫും അതിനോടനുബന്ധിച്ചുള്ള ശരീഅത്ത് കോളേജും അതുപോലെ ജമാഅത്ത് പള്ളിയും എല്ലാം നടത്തിക്കൊണ്ടുപോകാൻ ഇവിടുത്തെ കമ്മിറ്റികൾക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതിലെല്ലാം വിനീതരായ എൻ്റെ ഉപദേശവും സഹകരണവും എല്ലാ നിലക്കും ഉണ്ടാകുമെന്ന് ഞാൻ അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ദുആയും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇനി ഇവിടെ 2-3 പ്രസംഗം നിർബന്ധമായി നടക്കണം. ഒന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, മറ്റൊന്ന് ചുള്ളിക്കോട് ഹുസൈൻ സഖാഫി ഡോക്ടർ. ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് എഴുതിയിട്ട് പോയിട്ട് ഓതുകൊടുത്ത് തിരിച്ച് ഞാൻ വരും ഇൻഷാ അല്ലാഹ്. നിങ്ങളെല്ലാവരും അത് കഴിഞ്ഞിട്ട് പോയി ജമാഅത്തായിട്ട് നിസ്കരിക്കാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല താജുൽ ഉലമയുടെ ഷറഫ് ഏറ്റിക്കൊടുക്കട്ടെ. അവരുടെ മകനായിരുന്ന സയ്യിദ് ഫضل കോയമ്പത്തങ്ങൾ തങ്ങൾ, ഖുറാ തങ്ങൾ എന്ന പേരറിയപ്പെടുന്ന ഖുറത്തു സാദാത്ത് തങ്ങളവർക്ക് അല്ലാഹു തആല ദർജ ഏറ്റിക്കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ മൂത്ത മകൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ ഇവിടെ ഉണ്ട്. അല്ലാഹു തആല മഹാനവറുകൾക്ക് വലിയ ദർജയും ഷറഫും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അതുപോലത്തെ ഖുറാ തങ്ങളുടെ മകൻ മസ്ഊദ് തങ്ങൾ ചെറുപ്പക്കാരനാണെങ്കിലും വാപ്പയോട് പിന്തുടർന്നുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്ന ആളാണ്. അദ്ദേഹത്തിനും ഇവിടെ വരാനും സ്വലാത്ത് ചെല്ലുന്നതിനും മറ്റും പങ്കെടുക്കാനും നേതൃത്വം നൽകാനും എല്ലാവരുടെയും ദുആ ബർക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.